നമ്മൾ പറയാൻ പോകുന്നത് ടോക്കൺസിനെ കുറിച്ചാണ്. എന്താണ് ഒരു ടോക്കൺ? അപ്പോൾ നമുക്കറിയാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അല്ലെങ്കിൽ സാധാരണ ഒരു ഭാഷയായാലും, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും, നമ്മൾ അതിലുള്ള ക്യാരക്ടർ സെറ്റിലുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ പഠിക്കുക. അതായത് നമ്മൾ ആ ഈ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പഠിക്കുന്ന വാക്കാണ് അമ്മ. അതുപോലെ നമ്മൾക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന ആ സ്റ്റെപ്പിലെ ഓരോ വാക്കുകൾക്കും നമ്മൾ പറയുന്ന പേരാണ്, നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ പറയുന്ന പേരാണ് ടോക്കൺസ്. അതായത് ഒരു പ്രോഗ്രാമിനെ നമ്മൾ ടോക്കണുകൾ കൊണ്ടായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് പ്രോഗ്രാമിങ്ങിലുള്ള ഓരോ പ്രത്യേക അർത്ഥം വരുന്ന ഓരോ വാക്കുകളെ നമുക്ക് എന്തെന്ന് പറയാം? ടോക്കൺ എന്ന് പറയാം. സോ നമുക്ക് പറയാം, ദ ഫണ്ടമെന്റൽ യൂണിറ്റ്, ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ടോക്കൺ എന്ന് പറയുന്നത്. ഇനി സി അല്ലെങ്കിൽ C++ ഭാഷയിൽ, പ്രോഗ്രാമിംഗ് ഭാഷയിൽ ഇനി പറയുന്ന രീതിയിൽ ടോക്കണുകളെ നമുക്ക് തരം തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് കീവേഡ്സ്, രണ്ടാമത് ഐഡന്റിഫയേഴ്സ് അല്ലെങ്കിൽ നെയിംസ് എന്ന് നമുക്ക് പറയാം, മൂന്നാമത് ലിറ്ററൽസ്, നാലാമത് പങ്ക്ച്വേറ്റേഴ്സ്, അഞ്ചാമത് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ എല്ലാ വേർഡ്സിനെയും എല്ലാ ടോക്കൺസിനെയും നമുക്ക് C അല്ലെങ്കിൽ C++ ഭാഷയിൽ ഈ പറയുന്ന രീതിയിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു മുഴുവനായിട്ടുള്ള C പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ ഭാഗമാണ്. ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ മുഴുവനായിട്ടുള്ള C പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യുക. ഇതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിൻ്റെ ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കുക. എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിൽ മലയാളം C പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ ശകലം കണ്ടതിന് നന്ദി.